ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ ഇസ് എ കാർഡാണത്. പെർമനൻ്റ് അക്കൗണ്ട് നമ്മുടെ ആധാർ കാർഡ് പോലെ. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അവർ ആധാർ കാർഡ് ഇസ് എൻ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് പ്രൊവൈഡഡ് ബൈ ദി ഇൻകം ടാക്സ് അതോറിറ്റി. ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഹൂ പേ ഇൻകം ടാക്സ്, ആരാണോ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കാണോ ടാക്സ് അതോറിറ്റിയുമായി റിലേഷൻ വരേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ടാക്സ് മാറ്ററുമായിട്ട് നമ്മൾ ഓഫീസിലേക്ക് പോകേണ്ടതായിട്ട് വരേണ്ടത് അയാൾക്കെല്ലാം പാൻ കാർഡ് നിർബന്ധമാണ്. ഇപ്പോൾ ഇൻകം ടാക്സിന് മാത്രമല്ല വരുന്നത്, നമ്മുടെ ബാങ്കിൽ എമൗണ്ടിൽ കൂടുതൽ അല്ലേ, ഒരു 2,50,000 ഇപ്പോൾ ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാരെല്ലാവരും പാൻ കാർഡ് കൊടുക്കണമെന്ന് നിർബന്ധമാണ്. പിന്നെ നമുക്ക് ATM ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടുന്നതിന് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിന് പാൻ കാർഡ് വേണമെന്നൊക്കെ ഇപ്പോൾ നിർബന്ധമാണ്. അപ്പോൾ പാൻ കാർഡ് ഈസ് എ കാർഡ് അലോട്ടഡ് ബൈ ദി ടാക്സ് അതോറിറ്റി. ഇറ്റ് ഈസ് എ നമ്പർ, ആൽഫാ ന്യൂമറിക് നമ്പർ. ആൽഫാ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ആൽഫബറ്റ്സ് ആൻഡ് ന്യൂമറിക്കൽ ക്യാരക്ടേഴ്സ്. ആൽഫബറ്റ്സ് ഇപ്പോൾ B03, 1, 2, 4 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ നമ്പർ വരിക. പിന്നെ മെയിൻ ഉദ്ദേശം എന്താണ്? ടു ഐഡൻറ്റിഫൈ SSC റിഗാർഡിങ് ടാക്സ് മാറ്റേഴ്സ്. നമ്മളുടെ ആധാർ കാർഡ് നമ്പർ പോലെ അത് അടിച്ചു കൊടുത്താൽ ആരാണ് എന്താണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പാൻ കാർഡിൽ വരും. ദെൻ ഏതൊക്കെ കേസസിലാണ് പാൻ കാർഡ് നിർബന്ധമായിട്ട് വേണ്ടത്? കമ്പൽസറി കേസസ്. ഫസ്റ്റ് വൺ ഈസ് ഇൻകം എക്സീഡ്സ് എക്സെപ്ഷൻ ലിമിറ്റ്. ദാറ്റ് 2,50,000 എബോവ് ഇൻകം ഉള്ള എല്ലാവർക്കും പാൻ കാർഡ് നിർബന്ധമാണ്. The person liable to pay tax on behalf of other person, that is deemed SSC. വേറൊരാൾക്ക് വേണ്ടി, അതർ പേഴ്സണിന് വേണ്ടി ഒരാൾ പേ ചെയ്യുന്ന ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വേണം? പാൻ കാർഡ് നിർബന്ധമാണ്. സെയിൽ ഓഫ് പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ ക്യാപിറ്റൽ അസറ്റ്, അതായത് ലാൻഡോ ബിൽഡിംഗ് അങ്ങനെ എന്തെങ്കിലും വിൽക്കണമെന്നുണ്ടെങ്കിലോ വാങ്ങുന്നുണ്ടെങ്കിലോ അവർക്കും പാൻ കാർഡ് നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷനാണ് നടക്കുക. വസ്തുക്കൾ വിൽക്കുമ്പോൾ that include a huge amount, so necessary the pan card is necessary. Time deposit exceed ₹50,000 in a bank. ഫിക്സഡ് ഡെപ്പോസിറ്റ് 50,000 കൂടുതലാണെങ്കിലും പാൻ കാർഡ് വേണം. ഡെപ്പോസിറ്റ് ഇൻ ക്യാഷ് അഗ്രിഗേറ്റിംഗ് ₹50,000 ഓർ മോർ. നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 50,000 കൂടുതലാണെങ്കിൽ പാൻ കാർഡ് വേണം. ദെൻ ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് മീൻസ് ഓപ്പണിംഗ് ഷെയർ മാർക്കറ്റിൽ ഷെയർ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന പെർട്ടിക്കുലർ അക്കൗണ്ടിനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. സോ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാൻ കാർഡ് നിർബന്ധമാണ്. ദെൻ പർച്ചേസ് ഓഫ് യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ₹50,000 ഓർ മോർ. മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യാണ്, അത് 50,000 കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡ് വേണം. LIC പ്രീമിയം എക്സീഡിങ് ₹50,000 ആണെങ്കിലും പാൻ കാർഡ് വേണം. ദ ആപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് ടു ബാങ്കിങ് കമ്പനി. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡിനോ വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോൾ വേണം. പർച്ചേസ് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് എക്സീഡിങ് ₹50,000. ബാങ്ക് ഡ്രാഫ്റ്റിൽ DD ഒക്കെ നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങുമ്പോൾ ₹50,000 കൂടുതലുള്ള DD ആണെങ്കിൽ അതിന് വേണം. ഇപ്പോൾ ഇവിടെ നോക്കി എല്ലാതും എമൗണ്ടും 50,000 എബോവ് ആണെങ്കിൽ, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ക്യാഷ്, മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത്, LIC പ്രീമിയം അടയ്ക്കുന്നത്, ബാങ്ക് ഡ്രാഫ്റ്റ്, ഇതെല്ലാം ഇപ്പോൾ 50,000 ആണെങ്കിൽ അവർക്കൊക്കെ കമ്പൽസറി എന്ത് ചെയ്യണം? പാൻ കാർഡ് വേണം. The other case is income exceeding taxable limit, liable to pay tax in behalf of other person, sale or purchase of movable property, opening a demat account and application of credit card and debit card to banking company. Then next heading is assessment. അസസ്മെൻറ്റ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ഇങ്ങനെയാണോ നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്, ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് എന്ത്? അസസ്മെൻറ്റ്. അപ്പോൾ അസസ്മെൻറ്റ് ചെയ്യുന്നത് ആരാണ്? അസസ്സിങ് ഓഫീസർ ആയിരിക്കണം അസസ്മെൻറ്റ് നടത്തുന്നത്. അസസ്സിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിട്ടേൺ, കഴിഞ്ഞ ക്ലാസ്സിൽ വി ടോക്ക് അബൌട്ട് ദ റിട്ടേൺ, ആൻഡ് റിട്ടേൺ മീൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിൻ്റെ റിഗാർഡിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്ത്? റിട്ടേണിനുള്ളത്. ആ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ദ അസസ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ദ അസസ്സിങ് ഓഫീസർ, ദാറ്റ് ഈസ് AO, അസസ്സിങ് ഓഫീസർ. അസസ്സിങ് ഓഫീസർ ആ റിട്ടേൺ ചെക്ക് ചെയ്തിട്ട് പറയും
ഈ ടോട്ടൽ ഇൻകം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ആ ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ടാക്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അസസ്മെൻറ്റ്. സോ അസസ്മെൻറ്റ് ഈസ് ദ പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിംഗ് ഓഫ് ടോട്ടൽ ഇൻകം ഫോർ ഡിറ്റർമിനിങ് ടാക്സ് ലയബിലിറ്റി. There are different types of assessment. Self-assessment, assessment on the basis of return, regular assessment. The regular assessment is classified into on the basis of evidence, and the best judgment assessment, reassessment, and the last one is precautionary assessment. So assessment is classified into 5. ഏതൊക്കെയാണ്? സെൽഫ് അസസ്മെൻറ്റ്, assessment on the basis of return, regular assessment, that is on the basis of evidence or best judgment assessment, reassessment, precautionary assessment, and these are the assessment made particularly made by the assessing officer to calculate the total income for determining the tax liability. So we have to check out the each assessment for ടാക്സ്. ഇത് രഹസ്യമായിട്ടാണ് നമുക്കിത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ പഠിച്ചിരിക്കണം കേട്ടോ. അതിൽ ആദ്യത്തെ വരുന്നതാണ് സെൽഫ് അസസ്മെൻറ്റ്. where any tax is payable on the basis of any return furnished by the assessee. The assessee is required to pay tax before filing of the return of income. That means ടാക്സ് പേ ചെയ്യുന്നത് നമ്മൾ ഫയൽ ചെയ്തേക്കുന്ന റിട്ടേണിൻ്റെ ബേസിൽ അസസ്സിയാണ് ടാക്സ് ഫയൽ ചെയ്തേക്കുന്നത് എങ്കിൽ എപ്പോഴാണോ റിട്ടേൺ ഫയൽ ചെയ്തത് അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ടാക്സ് അടച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതായത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അസസ്സി എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അപ്പോൾ റിട്ടേണിൽ ഇത്ര രൂപ ടാക്സ് അടച്ചു എന്നുള്ളത് കാണിക്കുകയും കൂടി വേണം. സോ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അസസ്സി സ്വമേധയാണ് നമ്മുടെ ഇൻകം അസസ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കേണ്ടത്. അസസ്സി ഹിംസെൽഫ് ഫുൾഫിൽ എബോവ് ഓൾ ലീഗൽ റിക്വയർമെൻറ്റ്സ് റിഗാർഡിംഗ് ദി അസസ്മെൻറ്റ് ഈസ് കോൾഡ് സെൽഫ് അസസ്മെൻറ്റ്. ഇപ്പം അതായത് ആ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. വേറെ എനി ടാക്സ് ഈസ് പേയബിൾ ഓൺ ദ ബേസിസ് ഓഫ് എനി റിട്ടേൺ furnished by the assessee is required to pay the tax before the filing the return ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അസസ്സി ടാക്സ് അടച്ച് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം അസസ്മെൻറ്റിനെയാണ് എന്ത് പറയുക, സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുക. അതിന് ഏതെങ്കിലും അടയ്ക്കാനായിട്ട് എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇഫ് ഹി ഫെയിൽസ് ടു പേ ദ ടാക്സ് ഹി ഈസ് കോൾഡ് അസസ്സി ഇൻ ഡിഫോൾട്ട് ആൻഡ് ഹി ഷാൽ ഓൾസോ പേ ഇൻട്രസ്റ്റ് ഫോർ ഹിസ് ഡീഫോൾട്ട്. അതായത് ഇനി ഇപ്പോൾ ടാക്സ് അടയ്ക്കാനായിട്ട് അയാൾ ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, അയാൾ നമ്മൾ അസസ്സിൻ ഡീഫോൾട്ടായിട്ട് പറയുകയും ചെയ്യും. എത്രയാണോ ഡിഫോൾട്ട് അതിന് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുകയും കൂടി വേണം. അപ്പോൾ അത് പാർട്ടാണ്. എത്ര ഇപ്പോൾ മുഴുവൻ അടച്ചില്ലെങ്കിലും പകുതി അടച്ചില്ലെങ്കിലും ഒക്കെ ഇതിനങ്ങനെ തന്നെയാണ് വരാം. ഇപ്പോൾ അടച്ച എമൗണ്ട്, if the amount of self assessment tax paid by the assessee is less than the original tax. സെൽഫ് അസസ്മെൻറ്റിൽ ഇയാൾ അടച്ച ടാക്സ് ശരിക്കുള്ള ടാക്സിനേക്കാൾ കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കണം. കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് റീഫണ്ട് തരും. അതായത് ഇൻകം ടാക്സ് അതോറിറ്റി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. സോ സെൽഫ് അസസ്മെൻറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രൊസീജിയർ. ഓക്കെ, the next one is assessment on the basis of return. Assessment on the basis of return means where the return has been filed by an assessee, the assessing officer. In self-assessment, the assessee himself pay the tax, but in case of assessment on the basis of return, the assessing officer will assess the income of person. അസസ്സിങ് ഓഫീസർ ഉണ്ടല്ലോ, ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന ആൾ, അദ്ദേഹം എന്ത് ചെയ്യും, ഈ റിട്ടേണിൻ്റെ ബേസിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. സച്ച് അസസ്മെൻറ്റ് ഈസ് കോൾഡ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. ഇഫ് എനി ടാക്സ് ഓർ ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ സച്ച് അസസ്മെൻറ്റ് notice will be served to that assessee specifying the amount whatever be the interest or penalty that is
അതായത് അസസിങ് ഓഫീസറാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൊടുത്തിരിക്കുന്ന റിട്ടേണിൻ്റെ ബേസിൽ ടാക്സ് കണ്ടുപിടിച്ചിട്ട് അവരോട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇതിനെയാണ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുക. ഇൻ കേസ് ടാക്സ് അടച്ചേക്കുന്നത് കുറവാണെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് അടയ്ക്കാനായിട്ട് പറഞ്ഞ ഒരു നോട്ടീസ് അവർക്ക് സെർവ് ചെയ്യും. അത് ഇത്ര എമൗണ്ട് ഇത്ര ഡേറ്റിനുള്ളിൽ അടയ്ക്കാൻ പറഞ്ഞിട്ട് കൊടുക്കും. ഇൻ കേസ് കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ടും കൊടുക്കും. ഇതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത്. റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അസസ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ഓർ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഈ രണ്ട് കാറ്റഗറിയിലും വരുന്ന അസസ്മെൻറ്റിനെയാണ് നമ്മൾ റെഗുലർ അസസ്മെൻറ്റ് എന്നുള്ള അതിൽ പെടുത്തുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് എവിഡൻസ് ആണ് നമ്മൾ സ്ക്രൂട്ടണി അസസ്മെൻറ്റ് എന്ന് പറയും. സ്ക്രൂട്ടണി അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ റിട്ടേൺ എടുത്ത് നോക്കി, അയാളുടെ ബാങ്കിലെ ട്രാൻസാക്ഷൻ നമുക്ക് പാൻ കാർഡ് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് അസസിങ് ഓഫീസറിന് തോന്നാമെന്ന് വിചാരിക്കുക, അതായത് എന്തെങ്കിലും കറക്റ്റ് അല്ല അല്ലെങ്കിൽ റോങ് ആണ്, ഒമിറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, അസസിക്ക് നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചിട്ട് പറയും നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഡാറ്റാസ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് എവിഡൻസ്, ഇപ്പോൾ ഒരു കമ്പനിയാണെങ്കിൽ ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്, അങ്ങനത്തെ ഡേ ബുക്ക്, ഇതെല്ലാം കൊണ്ട് ഹാജരാകാനായിട്ട് പറഞ്ഞിട്ട് നോട്ടീസ് അയക്കും. ദിസ് ഈസ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ്. നമുക്ക് സ്ക്രൂട്ടണിയൊക്കെ കൊണ്ട് തരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിഡൻസ് സ്ക്രൂട്ടണി ചെയ്ത് വെരിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ഓർ സ്ക്രൂട്ടണി അസസ്മെൻറ്റ്. The second one is best judgment assessment. It is made by the assessing officer. That is his best judgment. അതിപ്പോൾ അതിനെ നമുക്ക് എക്സ് പാർട്ടി അസസ്മെൻ്റ് എന്നും കൂടി പറയുന്നുണ്ട്. അതായത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ അയാൾ ചെയ്യുക, അയാളൊരു എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാ മെറ്റീരിയൽസും അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അയാളുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത്ര രൂപ ടാക്സ് എന്നുള്ളത് എഴുതി വയ്ക്കുന്നതിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് എന്ന് പറയുക. ഇവിടെ കംപ്ലീറ്റ് സ്ക്രൂട്ടണി ഓഫ് അക്കൗണ്ട്സ് ഒന്നും വരില്ല. അതായത് കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അയാൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുള്ളൂ. കംപ്ലീറ്റ് സ്ക്രൂട്ടണി വന്നതാണ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ്. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടാക്സ് കണക്കാക്കുന്നതിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുക. അത് രണ്ട് തരത്തിലുണ്ട്. കമ്പൾസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റും ഉണ്ട്, ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റും ഉണ്ട്. കമ്പൾസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് വരുന്നത് വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആൾക്കാർ, പിന്നെ കമ്പൾസറി റിട്ടേൺ ഉണ്ട്. ആ കമ്പൾസറി റിട്ടേൺ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിൽ ഫർണിഷ് ചെയ്യാത്ത ആൾക്കാർ, പിന്നെ അവരോട് റിട്ടേൺ കൊണ്ടുതരാനൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്തെങ്കിലും കൊണ്ടുതരാൻ പറയുമ്പോൾ കറക്റ്റ് ടൈമിൽ കൊണ്ടുതരാത്ത ആൾക്കാർ, ഇത്രയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകറക്റ്റൊക്കെ വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് കമ്പൾസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് നടത്തുക. അതായത് ഫെയിലിയർ വരുത്തിയിട്ടുണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ, കമ്പൾസറി റിട്ടേൺ ഫയൽ ചെയ്യാനോ നമ്മളുടെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ വൈകിയേക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കമ്പൾസറി ബെസ്റ്റ് ജഡ്ജ് അസസ്മെൻറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ടൈം പോകാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അവരുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഒരു എമൗണ്ട് ടാക്സ് ഇടും, എന്നിട്ട് ആ ടാക്സ് അടയ്ക്കാൻ പറയും, വിത്ത് പെനാലിറ്റി ഒക്കെ ആയിരിക്കും അടയ്ക്കാനായിട്ട് പറയാം. അപ്പോൾ ഈ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് വന്നാൽ അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഈസ് ലയബിൾ ടു പേ പെനാലിറ്റി, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടാവും. റീഫണ്ട് എന്നുള്ളത് ഉണ്ടാവില്ല ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ. കാരണം എപ്പോഴും ടാക്സ് അതോറിറ്റി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് നടത്തുന്നത് എന്തെങ്കിലും ഇൻകറക്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴല്ലേ, അപ്പോൾ കൂടുതൽ എമൗണ്ട് അവർ ടാക്സ് അടയ്ക്കാൻ പറയും. ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അസസിങ് ഓഫീസർ നമ്മുടെ റിട്ടേണിൽ സാറ്റിസ്ഫൈഡ് അല്ല, കൊണ്ടുവന്നിരിക്കുന്ന ഡാറ്റേസിലും അക്കൗണ്ട്സിലും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലാണ് ഡിസ്ക്രിഷണറി. ദ അസസിങ് ഓഫീസർ മെയിൻ ഈസ് ഡിസ്ക്രിഷൻ മേക്ക് ദ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അതായത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾ ഡിസ്ക്രിഷനായിട്ട് അല്ലെങ്കിൽ മെത്തേഡ്സ് അക്കൗണ്ട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക, ഡിസ്ക്രിഷണലി ഒരു അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ദെൻ reassessment is also called income escaping assessment or escaped assessment.
income escaping assessment. That means an income is said to have escaped when it has not been charged to tax. ഒറിജിനൽ അസസ്മെൻ്റ് ഇയറിൽ ഒരു ഇൻകം ചാർജ് ചെയ്തിട്ടില്ല, അതെന്ത് ചെയ്തു, എസ്കേപ്പ് ചെയ്തു. അതിന് എസ്കേപ്പ് ചെയ്ത ഇൻകത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് എന്ത്, റീ അസസ്മെൻറ്റ്. ഇപ്പോൾ ഇൻകം എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻകം ഇൻക്ലൂഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അണ്ടർ അസസ്മെൻ്റ് ആയിരിക്കും നടത്തുക. നമ്മുടെ ടാക്സ് ഇൻകം കുറച്ചല്ലേ കാണിക്കുക, ദാറ്റ് ഈസ് അണ്ടർ അസസ്മെൻറ്റ്. ആ അണ്ടർ അസസ്മെൻ്റ് ആകുമ്പോഴാണ് നമ്മൾ അവർക്ക് തോന്നും ഇന്നത് കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് റീ അസസ്മെൻറ്റ് നടത്തും. അതായത് നമ്മളൊരു 10 കൊല്ലമായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്. എല്ലാ വർഷവും നമുക്ക് ഇൻകം ഫ്രോം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. 11ാമത്തെ വർഷം നമ്മൾ ഇൻകം ഫ്രോം ഹൗസ് പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, അക്കൗണ്ട്സ് ഓഫീസർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഡൗട്ട് തോന്നും. അവരതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. ചിലപ്പോൾ അത് വിറ്റുപോയതായിരിക്കും, എന്നാലും അത് ആ കറക്റ്റ് സമയത്ത് നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇൻ കേസ് നമ്മളത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻ്റ് ആണ്. ദെൻ നോൺ അസസ്മെൻറ്റ്, വേറെ അസസ്സി ഹാസ് നോട്ട് ബീൻ അസസ്ഡ് അറ്റ് ഓൾ, ഇതുവരെ അസസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇൻകം ആൻഡ് ഹി ഹാസ് എസ്കേപ്ഡ് അസസ്മെൻറ്റ് ഡ്യൂ ടു നോൺ അസസ്മെൻറ്റ്, ഇതുവരെ യാതൊരു കേസിലും അസസ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെയാണ് അത്തരം അസസ്മെൻറ്റിനെയാണ് നോൺ അസസ്മെൻറ്റ് എന്ന് പറയുക. വേർ സച്ച് പേഴ്സൺ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ റീ അസസ്മെൻറ്റ്. അവരുടെ റിട്ടേൺ എന്ത് ചെയ്യും, റീ അസസ് ചെയ്തിട്ട് അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. Then under assessment means income has not been fully brought into condition, assessed assessed per the low amount is assessed. ഉള്ളത് മൊത്തം കാണിക്കില്ല, കുറച്ച് എമൗണ്ട് മാത്രമേ കാണിക്കുള്ളൂ. അണ്ടർ റേറ്റഡ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ എന്തായിരിക്കും, റീഫണ്ട് അല്ല വരിക, പെനാൽറ്റി തന്നെ അടിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഇൻകം എസ്കേപ്ഡ് അസസ്മെൻറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പെനാൽറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ അപ് ടു ഇയർ വെച്ചിട്ടാണ് ഒരു പെനാൽറ്റിയൊക്കെ അടച്ചു തരാം കേട്ടോ. ദെൻ പ്രിക്വേഷണറി അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ട് ടു ഡിറ്റർമിൻസ് ഹൂസ് ഇൻകം പെർട്ടൻസ്, ആരുടെ ഇൻകമാണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ അസസിങ് ഓഫീസർ എന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ട് ഇന്നയാളാണ് അത് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞൊരു പ്രിക്കോഷനായിട്ട് മുൻകരുതൽ എടുക്കും. അതിനെയാണ് നമ്മൾ പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് എന്നിട്ടാണ് അസസ്മെൻറ്റ് നടത്തുക, ദാറ്റ് ഈസ് പ്രിക്കോഷണറി അസസ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഒന്നുകൂടെ നമുക്ക് പറയാം. പാൻ നമ്മൾ പഠിച്ചു, ദാറ്റ് ഈസ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. It is an account number allotted by the income tax authority to identify the tax assessees related to tax matters. It is an alphanumeric numbers, 10 character alphanumeric characters ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. The compulsory cases where PAN is related is income exceeds exemption limit, liable to pay tax on behalf of other person, sale or purchase of immovable property, time deposit exceeding rupees 50,000 in a bank, deposit in cash aggregating rupees 50,000 or more, opening a demat account, purchase of unit of mutual fund about rupees 50,000 or more, payment of LIC premium exceeding rupees 50,000, application of credit and debit card to bank, purchase of bank draft and exceeding rupees 50,000. Then assessment means computation of total income by the assessing officer in order to determine the tax payable by the assessee. ഒന്നുകൂടെ പറയാം, computation of total income by the assessing officer in order to determine the tax payable by the assessee. There are 5 types of assessment: self-assessment, assessment on the basis of return, regular assessment. It is further classified into on regular assessment on the basis of evidence and regular assessment on the basis of the best judgment assessment, reassessment and precautionary assessment. In case of self-assessment, the assessee himself assess his return and pay tax before filing the return. The tax is paid before filing the return. The assessee himself fulfill the legal proceedings or requirements is called a self-assessment. If he failed to pay tax in full or a part, he will be
pay penalty. He will be known as the assessee in default. He will become assessee in default and necessary to pay penalty. Then assessment on the basis of return. The assessing officer will assess the income on the basis of return filed by the assessee. It's called assessment on the basis of return. If there is any mismatch, he will serve a notice to that assessee for furnishing it. Regular assessment means assessment made on the basis of best judgment or on the basis of evidence. Evidence means scrutiny of the evidence and verify the return along with that evidence and make a decision. In best judgment, he make decision on his own. His best judgment, it is practicable when he is failed to furnish the documents related or asked by the authority. There are two types: compulsory best judgment and a discretionary best judgment. And the compulsory cases, failure to make voluntary return or failure to make compulsory return, furnish necessary information, and return has been made incorrect, that the assessing officer consider the return is incorrect. Then reassessment, that is assess the escaped income assessing. Then non-assessment, he is not assessed at this moment. Under assessment, he does not consider income, underrating the income. Precautionary means protective assessment.